ഹലോ ഗൈസ്, വൈകിട്ട് സ്കൂൾ വിട്ടെത്തുന്ന കുട്ടിക്കുറുമ്പന്മാരെ വീഴ്ത്താൻ ഈ ഒരു ഐറ്റം മാത്രം മതിയാവും കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിഡു ഐറ്റം. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ? വളരെ സിമ്പിളാണ് കേട്ടോ. അതിനായിട്ട് ഞാനൊരു 3/4 കപ്പ് ഉഴുന്ന് ഒരു 4 മണിക്കൂർ കുതിർത്തി അതൊരു സ്ട്രെയിനറിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് ഒരു കോഴിമുട്ടയാണ് കേട്ടോ. ഒരു കോഴിമുട്ടയും കൂടിയും കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് നല്ല പോലെ മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കണം. കുറച്ച് തരിതരി ഉണ്ടാവും, കുഴപ്പമില്ല. ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. പിന്നെ നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഐറ്റംസ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു 1/4 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, ഒരു 2 കൈപ്പിടി സവാള കൊത്തിയരിഞ്ഞത്, ഒരു പച്ചമുളക് കൊത്തിയരിഞ്ഞത്, ഒരു പിടി മല്ലിയില, കുറച്ച് കറിവേപ്പില ചെറുതായി ഒന്ന് കഷ്ണിച്ചതും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 10 മിനിറ്റ് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ ചതച്ച മുളകും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ പൊരിക്കൽ പരിപാടിയാണ് കേട്ടോ. ഒരു പാനിലോട്ട് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മുക്കി പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 2 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊരിച്ചെടുക്കാനായിട്ട്. തിരിച്ചും മറിച്ചും നല്ല പോലെ ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് ചൂട്ടോടെ കോരിയെടുത്തിട്ട് അങ്ങോട്ട് കഴിക്കാം. ഇതിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതി. കുറച്ച് പരിപ്പുവടയുടെയും കുറച്ച് ഉഴുന്നുവടയുടെ ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ആയിട്ടാണ്. മക്കളെ വീഴ്ത്താൻ ഇത് മാത്രം മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. പിന്നെ ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതാക്കി എടുക്കാം. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു തരത്തിലാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.